നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിലെ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധത്തെ ചൊല്ലി നടക്കുന്ന ഹൂതികളുടെ ആക്രമണം ചെങ്കടലിൽ തുടരുന്നു. കപ്പലുകൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം ഹൂതി വിമതർ വിക്ഷേപിച്ച 2 മിസൈലുകൾ തകർത്തതായും മറ്റൊന്ന് ലക്ഷ്യം കാണാതെ പോയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള കണ്ടെയ്നർ ഷിപ്പായ MV മെർസക് ഡിട്രോയിറ്റിന് നേരെയാണ് മിസൈലുകൾ തൊടുത്തതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ആക്രമണം നേരിട്ട രണ്ടാമത്തെ കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തെക്കൻ ചെങ്കടൽ വഴി പോയ വ്യാപാര കപ്പലുകൾക്ക് നേരെയാണ് ഹൂതി വിമതർ 3 മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. ഇനിയും ആക്രമണം തുടരാനാണ് ഹൂതികളുടെ ലക്ഷ്യമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനെ അടിവരയിടുന്നതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം. അതിന്റെ അർത്ഥം ഇതുവഴി പോകുന്ന വ്യാപാര കപ്പലുകൾ സുരക്ഷിതമാക്കാൻ ഇനിയും പലതും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കിർബി പറയുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഹൂതി വിമതർ ആക്രമണം തുടർന്നതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഇവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹൂതി വിമതരുടെ ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ സംയുക്ത ആക്രമണം വഴി തകർത്തിരുന്നു. സൈനിക നടപടികൾക്ക് പുറമെ നയതന്ത്രപരമായും സാമ്പത്തികമായ സമ്മർദ്ദം ചെലുത്താനും അമേരിക്ക ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 8 ഹൂതി കേന്ദ്രങ്ങളെയാണ് ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ US-ഉം UK-യും തിങ്കളാഴ്ച ലക്ഷ്യമിട്ടത്. യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം, മിസൈൽ നിരീക്ഷണ ശേഷി എന്നിവയെ തകർക്കുക എന്നീ ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം. ആഗോള വ്യാപാരത്തിനും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിച്ചിരുന്നു. ഗൾഫ് ഓഫ് ഏദനിൽ വെച്ച് അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലായ ഓഷ്യൻ ജാസ് ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം നടത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിച്ചത്. ഗാസയിലെ ഇസ്രായേൽ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. പലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഇതുവരെ 30ഓളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്ക രൂപീകരിച്ചിരുന്നു. ജനുവരി 11-നാണ് അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് നേരെ ആദ്യം ആക്രമണം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ പലതും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതി ഭീഷണി നിലനിൽക്കുന്നത് കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ചെങ്കടൽ അസ്ഥിരമായാൽ ആകെയുള്ള മറ്റൊരു മാർഗം ദക്ഷിണാഫ്രിക്കയിലെ പ്രതീക്ഷയുടെ മുനമ്പ് ചുറ്റിപ്പോകുന്ന ഒരേയൊരു കടൽ മാർഗമാണ്. ഈ ദൈർഘ്യമേറിയ റൂട്ട് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലെ കച്ചവടം മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണം തങ്ങളുടെ വിതരണത്തെ ബാധിച്ചതായി ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.